സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അശ്ലീല വീഡിയോയിൽ മാപ്പ് ചോദിച്ച് നടൻ വിനായകൻ. എല്ലാ നെഗറ്റീവ് എനർജികൾക്കും മാപ്പ് എന്നായിരുന്നു പോസ്റ്റ്. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിനായകൻ പറഞ്ഞു. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുള്ളത്. ആസിഫ്, ഒടുവിൽ വിനായകൻ വീണ്ടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോസ്റ്റിലെ പ്രധാന പരാമർശങ്ങളിലൊന്ന്. തീർച്ചയായും, അതായത് നമുക്കറിയാം ഇന്നലെയാണ് വിനായകന്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും വലിയ വിവാദത്തിന് ഇടനടക്കുകയും ചെയ്തത്. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് ആളുകളോട് കയർത്ത് സംസാരിക്കുകയും അസഭ്യവർഷം നടത്തുകയും അതോടൊപ്പം തന്നെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ വിഷലിൽ നിന്ന് നമുക്ക് വിനായകൻ ആളുകൾ അസഭ്യം പറയുന്ന അടക്കം വ്യക്തമായിരുന്നു. ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ടായി, അസഭ്യം പറയുന്നു, അതിന് പിന്നാലെ ഈ നഗ്നതാ പ്രദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ വീഡിയോ പങ്കുവെച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം വീണ്ടും വിനായകൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിനായകന്റെ തന്നെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രചരിപ്പിച്ചതെന്നാണ് അതുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങളും. എന്തായാലും ഇപ്പോൾ വിനായകൻ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും മാപ്പപേക്ഷ നടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വിനായകൻ പറയുന്നത്, സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് വിനായകൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഇതിനു മുമ്പും വിനായകൻ ഇതുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റിലെ താമസക്കാരോടക്കം മോശമായി പെരുമാറുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി ഉയരുന്നതും മറ്റു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നതാണ്. അന്നും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ഒച്ചയും ബഹളവും ഉണ്ടാകുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഇതിന്റെ അപ്പുറത്തേക്ക് ഈ ആളുകളെ ഇതിനെ എതിർത്ത് സംസാരിച്ച ആളുകളെ, എതിർഭാഗത്തുണ്ടായിരുന്ന ആളുകളെ നഗ്നതാ പ്രദർശനം അടക്കം നടത്തുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നത്. പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പരാതിയോ മറ്റോ ആരും നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനം വിനായകന്റെ ഈ നടപടിക്കെതിരെ ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ വിനായകൻ ഒരു മാപ്പപേക്ഷയുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ആസിഫ് മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മാപ്പപേക്ഷയുമായി എത്തിയിരിക്കുകയാണ് വീണ്ടും വിനായകൻ.